അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കലാം, അതിലെ ഏതാനും ചില ആയത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ വിജയം അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കലാമിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനോട് സംസാരിച്ചതാണ് ഖുർആൻ എന്നുള്ളതിൽ അഹ്ലുസുന്നക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മനുഷ്യന്റെ എല്ലാ ഖൈറുകളും ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മനസ്സിലാക്കാൻ ഏതുപോലെ മനസ്സിലാക്കണം? എങ്ങനെയാണോ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മനസ്സിലാക്കിയത് അതുപോലെ തന്നെ മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥ രൂപത്തിൽ ഖുർആൻ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് സൂറത്തുൻ നജ്മിലെ 23 ആയത്തുകൾ വരെയാണ്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള 3 ആയത്തുകളാണ് മനസ്സിലാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അം ലിൽ ഇൻസാനി മാ തമന്നാ ഫലില്ലാഹിൽ ആഖിറതു വൽ ഊലാ വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. ഈ 3 ആയത്തുകളാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ഇതിലടങ്ങിയിട്ടുള്ള തജ്വീദിന്റെ ഖുർആൻ പാരായണ നിയമം ശ്രദ്ധിക്കുക. ആദ്യത്തെ ആയത്തിൽ 24-ാമത്തെ ആയത്തിൽ അം ലിൽ ഇൻസാനി, അവിടെ സുക്കൂന നൂന് ശേഷം സീൻ എന്ന അക്ഷരം വന്നിട്ടുള്ള സീൻ. അപ്പോൾ ഇഖ്ഫ എന്ന് പറഞ്ഞാൽ സുക്കൂന നൂനിനെ ഗോപ്യമാക്കിക്കൊണ്ട് പ്രകടമാക്കാതെ മണിക്കുക എന്നുള്ളതാണ് ഇഖ്ഫ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ എന്ന് പറയുമ്പോൾ അതിനുശേഷം ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണെങ്കിൽ നാവ് വായയുടെ ഒരു ഭാഗത്തും ടച്ച് ചെയ്യാതെ പിന്നിലേക്ക് മടക്കുകയാണ് ചെയ്യേണ്ടത്. ടച്ച് ചെയ്താൽ അവിടെ നൂനിന്റെ മഖ്റജ് വ്യക്തമാകും. ഇൻസാൻ അങ്ങനെയാണ് ഓതേണ്ടത്. അവിടെ മാ തമന്ന അവിടെ തമന്ന ഒരു നൂന് ഉണ്ട് അവസാനത്തിൽ. ആയത്തിന്റെ അവസാനത്തിലെ ഷദ്ദുള്ള നൂനിന്റെയും മീമിന്റെയും മുകളിൽ ഷദ്ദ് വന്നാൽ എന്ത് ചെയ്യണം? മണിക്കണം. നൂനിന്റെയും മീമിന്റെയും മുകളിൽ ഷദ്ദ് വന്നാൽ മണിക്കൽ നിർബന്ധമാണ്. എങ്ങനെയാണ് മണിക്കുക? നൂനിനെ അതിന്റെ മഖ്റജിൽ, അതായത് മുകളിലെ മുൻപല്ലിന്റെ ഏരിയയിൽ, അണ്ണാക്കിന്റെ അവസാന ഭാഗത്ത് നാവിനെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് മൂക്കിലൂടെ വായു പുറത്തേക്ക് വരും. തമൻ മൂക്കടച്ചാൽ ഓത്ത് നിൽക്കണം. അതാണ് മണിക്കൽ. തമന്ന. അതുപോലെ തന്നെയാണ് മീം 2 ചുണ്ടുകൾ കൊണ്ടാണ് ശബ്ദമുണ്ടാക്കുക. മിം അം അതും അതുപോലെ സ്റ്റോപ്പാകും. ഇനി അടുത്ത ആയത്തിൽ ഫലില്ലാഹിൽ ആഖിറതു വൽ ഊല. അടുത്ത ആയത്തിൽ വകം മിൻ, അവിടെ മീമിന്റെ മുകളിൽ നമുക്ക് ഷദ്ദിന്റെ അടയാളത്തെ കാണാൻ സാധിക്കും. അവിടെയും മണിക്കേണ്ട രൂപം നമ്മൾ പറഞ്ഞു. മീം എന്ന അക്ഷരം, അറബി ഭാഷയുള്ള മീം എന്ന അക്ഷരം, അതിന്റെ അക്ഷരം പുറത്തു വരുന്ന മഖ്റജ്, അതിന്റെ സ്ഥാനം, ഉറവിടം, അത് 2 ചുണ്ടുകളാണ്. അം മാ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ശബ്ദമുണ്ടാകുന്നത് പല രൂപത്തിലാണ്. ചിലപ്പോൾ 2 സാധനങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകും. വായുവിന് സഞ്ചരിക്കാനുള്ള ഭാഗം ചുരുങ്ങിയ അവസ്ഥയിൽ ശബ്ദം ഉണ്ടാകും. ചിലപ്പോൾ
വായു പല ഭാഗത്തും പോയി തട്ടി ശബ്ദമുണ്ടാവും. ഇത് മണിക്കുമ്പോൾ ചുണ്ടിനെ അടച്ചു പിടിച്ച് മൂക്കിലൂടെ വായിനെ കടത്തിവിടുകയാണ് വേണ്ടത്. ഏതുപോലെ വകം വകം മിം, അവിടെ അതിനുശേഷം സുക്കൂനായ നൂനിന് ശേഷം പിന്നീട് വന്ന മീമ് അവിടെ ശബ്ദം കാണാൻ സാധിക്കും. സുക്കൂനായ നൂനിന് ശേഷം മീമ് വന്നാൽ ആ സുക്കൂനായ നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. അവിടെ നൂനില്ലാത്ത രൂപത്തിൽ പാരായണം ചെയ്യണം. എന്നാൽ അത് അർത്ഥത്തിൽ പ്രകടമായിരിക്കും. ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി മിൻ, അവിടെ സുക്കൂനായ നൂനിന് ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. സുക്കൂനായ നൂനിന് ശേഷം ബ എന്ന അക്ഷരാണ് വന്നിട്ടുള്ളത്. അവിടെ മിൻ ബഅദി സുക്കൂനായ നൂനിനെ മീമാക്കി മാറ്റിയോതാ. മറ്റേ രൂപം മിൻ, രണ്ട് ചുണ്ട് പൂർണ്ണമായും അടക്കാതെ പാരായണം ചെയ്യാം. തജ്വീദിന്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അയ്യഅ്ദനല്ലാഹു ലിമൻ, അവിടെ സുക്കൂനായ നൂനിന് ശേഷം യ ആണ് വന്നിട്ടുള്ളത്. ലിമൻ യശാ, അപ്പൊ എന്ത് ചെയ്യണം? സുക്കൂനായ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കണം. ലയിപ്പിച്ചുകൊണ്ട് അല്പം മണിച്ച്, കൂടുതൽ മണിക്കേണ്ടതില്ല. ലിമൻ യശാഉ വയർളാ, പ്രകാരമാണ് ഓതേണ്ടത്. സഹോദരങ്ങളെ, ഇനി ഈ ആയത്തുകളുടെ തഫ്സീർ, വിശദീകരണം അത് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യം ഇതിന്റെ മുമ്പുള്ള കുറച്ച് ആയത്തുകൾ, ഏതാനും ചില ആയത്തുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മനസ്സിലായാലേ പിന്നീട് വരുന്ന ഈ 3 ആയത്തുകൾ, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള 2 ആയത്തുകൾ, 3-ാമത്തെ ആയത്തടക്കം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യക്തമാക്കുന്നത് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ ശിർക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കു ചേർക്കുന്ന കാര്യത്തെ ഗണ്യമായി കൊണ്ട് എതിർത്തുകൊണ്ടും അവരുടെ തെളിവുകളെ ദുർബലമാക്കിക്കൊണ്ടും പ്രസ്താവിക്കുന്ന ഒരു ഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ലാത്തനെ കുറിച്ചും ഉസ്സനെ കുറിച്ചും അവരുടെ ആലിഹത്തുകളായ ആരാധന്മാരായ ലാത്ത, ഉസ്സ, മനാത്ത, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പെൺമക്കളുണ്ടെന്ന് പറഞ്ഞ വാദത്തെ, ഇതിനെല്ലാം ഗണ്ണിച്ചു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ വഴി തെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം 23-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. എന്താണത്? ഇൻ യത്തബിഊന ഇല്ല ظن വമാ തഹ്വൽ അൻഫുസ്. ഒന്നാമത്തേത് പിതാക്കന്മാരെ പിൻപറ്റുക എന്നുള്ളതാണ്. തെളിവില്ലാതെ പിതാക്കന്മാർ ഇപ്രകാരം ചെയ്തു, കാരണവന്മാർ ഇപ്രകാരം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ പിൻപറ്റുന്നത് ളലാലത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഇപ്രകാരം കാണാൻ സാധിക്കും. ജൂതന്മാരുടെ സംസാരം, അതുപോലെ തന്നെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ സംസാരം. രണ്ടാമത്തേത് സ്വന്തം ഇച്ഛയെ പിൻപറ്റുക. സ്വന്തം ഇച്ഛ എന്താണോ പറയുന്നത് അതിനെ പിൻപറ്റുക. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ. നീ കണ്ടില്ലേ ഒരുത്തനെ, എന്താണ് അവന്റെ പ്രത്യേകത? ഇത്തഖദ ഇലാഹഹു, അവന്റെ ആരാധന അവൻ സ്വീകരിച്ചു, ഹവാഉ, അവന്റെ ഇച്ഛയായിക്കൊണ്ട്. സ്വന്തം മനസ്സിനെ ഇച്ഛയായി, സ്വന്തം മനസ്സിൽ ഇച്ഛിക്കുന്ന കാര്യങ്ങളെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ച് ജീവിക്കുക. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നിർബന്ധമാക്കിയ നിയമങ്ങൾ മനസ്സിലാക്കാതെ, പഠിക്കാതെ, ശ്രദ്ധിക്കാതെ സ്വന്തം മനസ്സ് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അം ലിൽ ഇൻസാനി മാ തമന്ന. അം എന്നുള്ളത് അവിടെ ഒരു ചോദ്യമുണ്ട്. ബൽ അലിൽ ഇൻസാനി എന്നാണത് അറബി ഭാഷയിൽ പറയുക. ബൽ എന്ന് പറഞ്ഞാൽ അതല്ല. അലിൽ ഇൻസാനി, മനുഷ്യനുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യന്
ആണോ, മനുഷ്യനുണ്ടോ? മാ തമന്ന, മാ ഒന്ന്, തമന്ന അവൻ വ്യാമോഹിക്കുന്ന ഒന്ന് മനുഷ്യനുണ്ടോ? തമന്ന എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടുതലും ഉപയോഗിക്കുന്നത് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയില്ലാത്ത കാര്യത്തിനാണ് തമന്ന എന്ന് പറയാം. വ്യാമോഹത്തിനാണ് തമന്ന എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി, അംലിൽ ഇൻസാനി മാ തമന്ന, മനുഷ്യന് വ്യാമോഹിക്കുന്ന കാര്യങ്ങൾ അവൻക്കുണ്ടോ എന്നുള്ളത്. ഇത് ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇസ്തിഫാമുൽ ഇൻകാർ, നിഷേധത്തിനുള്ള ചോദ്യമാണ്, ഇല്ല എന്നുള്ളതാണ്. മനുഷ്യൻ മോഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യന് ലഭിക്കുകയില്ല. അത് ദുനിയാവിലാകട്ടെ പരലോകത്തിലാകട്ടെ അത് ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കാതെ ഒരു മനുഷ്യന് കണക്കാക്കാതെ അത് ലഭിക്കുകയില്ല. നമുക്ക് ദുനിയാവിൽ കാണുന്ന കാര്യമാണ്. എത്ര പ്രയത്നിച്ചാലും പലപ്പോഴും പല കാര്യങ്ങളും ലഭിക്കാറില്ല. എല്ലാ കാരണങ്ങളും സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ലഭിക്കുകയില്ല. എന്താണ് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത് മനുഷ്യൻ ലഭിക്കുകയുള്ളൂ. ഇത് ദുനിയാവാണ്. ദുനിയാവിൽ അപ്രകാരമാണ് ഉണ്ടായിരിക്കുക. ഇവിടെ മറ്റൊരർത്ഥം ഉണ്ട്. അത് മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ടാണ്. അവർ ആഗ്രഹിച്ചിരുന്നു അവരുടെ ഇലാഹുകൾ അവർക്ക് ശഫാഅത്ത് ചെയ്യുമെന്നുള്ളത്. അവരുടെ മോഹമായിരുന്നു. അവരുടെ ലാത്ത, ഉസ്സ, മനാത്ത അതല്ലാത്ത പല ബിംബങ്ങളും പ്രവാചകന്മാരും മലായികത്തും എല്ലാം അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അത് അവർക്ക് ആ വിശ്വാസം അതിമോഹമാണ് എന്നും അതവർക്ക് ലഭിക്കുകയില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്തുകൊണ്ട് ലഭിക്കില്ല? അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു, ഫലില്ലാഹി, അല്ലാഹുവിനാകുന്നു, അല്ലാഹുവിന്റേതാകുന്നു പരലോകവും, ഫലില്ലാഹിൽ ആഖിറതു വൽ ഊല, പരലോകവും ഇഹലോകവും. ആഖിറ എന്ന് പറഞ്ഞാൽ പരലോകം, ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകം. വൽ ഊല, ഊല എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒന്നാമത്തേതിന് ഉപയോഗിക്കുന്നതാണ്. അൽ ഊല അത് ദുനിയാവ്, ആദ്യത്തേത് ദുനിയാവ്. ദുനിയാവും പരലോകവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഉദ്ദേശിച്ചതേ ഇവിടെ നടക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, നമുക്ക് ലഭിച്ച നിഅമത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഹിദായത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം കൊണ്ട് മാത്രം ലഭിച്ചതാണ്. അള്ളാഹുവിന്റെ ഔദാര്യമാണിത്. നമ്മൾ ആരും വിചാരിക്കേണ്ട എനിക്കിത് മുസ്തഹിക്ക്, ഞാൻ ഇതിന് അർഹനാണ്, ഞാൻ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലമായി ലഭിച്ചതാണെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ദുനിയാവും പരലോകവും എല്ലാം അള്ളാഹുവിന്റേതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകും എന്നുള്ളതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ശഫാഅത്ത് നൽകും, അള്ളാഹു അതിന് അനുമതി നൽകും. ഇനി ആർക്കൊക്കെ ശഫാഅത്തിനുള്ള അനുമതിയുണ്ട്, ഇതെല്ലാം ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കും. അതിനു മുമ്പ് സഹോദരങ്ങളെ പറഞ്ഞതുപോലെ ഇവിടെ എന്തുകൊണ്ട് ദുനിയാവിനേക്കാൾ ആഖിറത്തിനെ മുന്തിച്ചു? തഫ്സീറുകളിൽ ഒരു ചർച്ച കാണാൻ സാധിക്കും. ആഖിറ എന്നാണ് ആദ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. രണ്ടാമത്തേത് വൽ ഊല, ദുനിയാവിൻ എന്നാണ്. മഹാനായ മുഫസ്സിർ ഇബ്നു മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. പരലോകത്ത് അള്ളാഹുവിന്റെ മുൽക്ക്, ആധിപത്യം അത് വളരെ പ്രകടമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ആധിപത്യമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ആധിപത്യമുള്ളത്. എന്നാൽ ഇഹലോകത്തോ അള്ളാഹുവിന്റെ ആധിപത്യം ആർക്കുമില്ല. പക്ഷേ മനുഷ്യർക്കിത് രാജാക്കന്മാരുണ്ടാവും, മന്ത്രിമാരുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പരലോകത്ത് അതുമില്ല. എല്ലാ മനുഷ്യനും ഒരുപോലെ. അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത് തഖ്വയുള്ളവർക്ക്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, പര്യവസാനം തഖ്വയുള്ളവർക്കാണ് ലഭിക്കുക. തഖ്വയുള്ള ആളുകൾക്കാണ്
ലഭിക്കുക. അതിൽ ഇന്ന നാട്ടുകാരൻ അല്ലെങ്കിൽ ഇന്ന ഭാഷക്കാരൻ, അറബി സംസാരിക്കുന്നവൻ, അറബി സംസാരിക്കാത്തവൻ, അല്ലെങ്കിൽ കറുത്തവൻ, വെളുത്തവൻ, കുറിയവൻ, ഉയർന്നവൻ, ഇതൊന്നും കാരണമല്ല, മാനദണ്ഡങ്ങളല്ല. തഖ്വ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കല്ല നോക്കുക, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബിലേക്ക് നോക്കുക. കാരണം എന്താണ്? തഖ്വക്കാണ് ദീനിൽ സ്ഥാനം. അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾക്കിടയിൽ മാന്യരായിട്ടുള്ളവർ, അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയമായിട്ടുള്ളവർ ആരാണ്? അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ആളുകളാണ്. സഹോദരൻ, ഈ ദുനിയാവ് കെട്ടിപ്പിടിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും കുറവുകളുണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ കണക്കാക്കുന്നത് തഖ്വന്റെ അടിസ്ഥാനത്തിലാണ്. മാനദണ്ഡം തഖ്വയാണ്. പണമോ സമ്പത്തോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും മാനദണ്ഡമല്ല എന്നുള്ളതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹി ഒരു ആയത്തിന് തഫ്സീർ പറയുന്ന ചെറിയൊരു ഭാഗമുണ്ട്. ഇന്നമൽ അംറു കുല്ലുഹു ലില്ലാഹ്, എല്ലാ കാര്യവും, തീർച്ചയായിട്ടും എല്ലാ കാര്യവും അള്ളാഹുവിനുള്ളതാണ്. മാലിക് ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും പരലോകത്തിലെയും മാലിക്. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമ. പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും മാലിക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വൽ മുതസദ്ദിഫു ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും കാര്യങ്ങൾ ക്രയവിക്രയം നടത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഫഹുവല്ലദീ മാ ശാഅ കാന വമൻ ലം യശഅ ലം യകുൻ, അവൻ ഉദ്ദേശിച്ചത് സംഭവിക്കും, അവൻ ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. ഇത് മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ ഇസ്ലാമിന്റെ വിശ്വാസമാണ്, അഖീദയാണ്, വിശ്വാസമാണ്. ഈ വിശ്വാസമില്ലാത്തവർ സഹോദരങ്ങളെ ഭയപ്പെടണം. അവരുടെ വിശ്വാസത്തിൽ ശിർക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഭയപ്പെടൽ അവരുടെ മേൽ നിർബന്ധമാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് ശഫാഅത്ത്, എന്തുകൊണ്ട് ശഫാഅത്ത് ലഭിക്കും, എന്നാണ് ശഫാഅത്തിന്റെ ഷർത്തുകൾ, നിബന്ധനകൾ എന്നെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, വകം എന്നുള്ളത് അറബി ഭാഷയിൽ രണ്ടർത്ഥത്തിന് ഉപയോഗിക്കും പ്രധാനമായിട്ടും. ഒന്ന് ചോദ്യത്തിനുള്ള, എത്രയാണ് ഇതിന് എന്ന് ചോദിക്കുന്ന, എത്ര എണ്ണം എന്ന് ചോദിക്കാനുള്ള അർത്ഥത്തിൽ. രണ്ടാമത്തേത് ആധിക്യത്തെ സൂചിപ്പിക്കുന്ന, എണ്ണത്തിന്റെ പെരുപ്പത്തെ, കൂടുതലിനെ സൂചിപ്പിക്കുന്ന വാക്കായിട്ട് ഉപയോഗിക്കും. ഇവിടെ അങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചായി കാണാൻ സാധിക്കും. കം തക്സീരിയ എന്ന് പറയാ, എത്ര സാധനങ്ങളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലുള്ള ഉപയോഗമാണ് അറബിയിൽ ഈ ഭാഗത്ത് ഉപയോഗിച്ചത്. വകം മിൻ മലക്കിൻ, മലക്കുകളിൽ നിന്നും എത്രയാണ്. എവിടെയുള്ള മലക്കെന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. മലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. നൂറ് കൊണ്ട്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ആദരണീയരായിട്ടുള്ള ഇബാദുൻ മുക്രമോൻ, അടിമകളാണ്. നമ്മുടെ ഈമാൻ കാര്യത്തിലെ മൂന്നാമത്തെ വിശ്വാസമാണ് മലക്കുകളിലുള്ള വിശ്വാസം. മലക്കുകളുടെ വിശ്വാസം പൂർണ്ണമാകാതെ ഒരാൾക്ക് അവന്റെ ഈമാൻ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. ഫിസ്സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ. സമാവാത്ത്, ആകാശങ്ങൾ. എന്തിനാണ് അറബി ഭാഷയിൽ ആകാശം എന്ന് പറയുക? സമാ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം സമാ ആണ്, ആകാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട് 7 ആകാശങ്ങളുണ്ട് എന്നുള്ളത്. അത് നമ്മൾ അതുപോലെ തന്നെ വിശ്വസിക്കുന്നു. അതിന്റെ പരിധി മനുഷ്യർക്ക് അറിയുകയില്ല, മനുഷ്യർക്ക് എത്തിപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫിസ്സമാവാതി, ആകാശങ്ങളിൽ എത്ര മലക്കുകളാണ്. ലാ തുഗ്നി എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുന്നില്ല, ഉപകാരപ്പെടുകയില്ല. എന്താണ് ഉപകാരപ്പെടാത്ത? മലക്കുകളുടെ
ഒരു കാര്യം ഉപകാരപ്പെടുന്നില്ല, അല്ല ഉപകാരപ്പെടുകയില്ല. എന്താണ് ഉപകാരപ്പെടാത്ത? ശഫാഅത്തുഹും, അവരുടെ ശുപാർശ. സുബ്ഹാനല്ലാഹ്, മലക്കുകളുടെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഉപകാരപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ ആരെങ്കിലും ഒരു മനുഷ്യനെ, പാപങ്ങൾ ചെയ്തു നടക്കുന്ന, കുറവുകളുള്ള, ഹറാമുകളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യനിൽ എങ്ങനെ ഇഅ്തിമാദ്, എങ്ങനെ അവനിൽ നമ്മൾ അവനെ ആശ്രയിക്കും ശഫാഅത്തിന് വേണ്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാട്ടെ. എന്തുകൊണ്ടല്ലാതെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിബന്ധന വിശദീകരിക്കുന്നു. ഇല്ല, എന്തുകൊണ്ടല്ലാതെ? മിൻ ബഅദി, ശേഷം, മിൻ ബഅദി, അതിനുശേഷം. ഏതിന്? അയ്യഅ്ദനല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തതിന് ശേഷം, ലിമൻ യശാഉ, ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അനുവാദം കൊടുത്തതിന് ശേഷവും, വയർള, അവരെ തൃപ്തിപ്പെട്ടതിനു ശേഷം മാത്രമാണ് ശുപാർശകൾ സ്വീകരിക്കുക. അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. ശഫാഅത്ത് അത് പരലോകത്തുണ്ട്. ശുപാർശ എന്നുള്ളത്, മുഅ്മിനീങ്ങൾക്കുള്ള ശുപാർശ, അത് പരലോകത്തുണ്ട്. ശുപാർശയുടെ വിഷയത്തിൽ, ശുപാർശ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ ദുനിയാവിൽ ഉപയോഗിക്കുന്നതാണ്. എന്താണ് ശഫാ എന്ന് പറഞ്ഞാൽ? ഇരട്ട എന്നാണ് അറബി ഭാഷയിൽ അർത്ഥം. ഇരട്ട, അതായത് രണ്ടാൾക്കിടയിൽ മറ്റൊരാൾ നിന്ന് താഴെയുള്ള ആളിനു വേണ്ടി മുകളിലുള്ള ആളോടുള്ള അപേക്ഷ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമൻ യശ്ഫഅ ശഫാഅതൻ ഹസനതൻ യകുൽ ലഹു നസീബു മിൻഹാ, ആരെങ്കിലും നല്ലൊരു ഷഫാഅത്ത് നൽകിയാൽ, ആർക്കെങ്കിലും ശുപാർശ ചെയ്താൽ, യകുൽ ലഹു നസീബു മിൻഹാ, അവൻക്ക് അതിൽ നിന്നുള്ള ഫായിദയുണ്ട്, അതായത് പ്രതിഫലമുണ്ട്. ഖൈറായ കാര്യങ്ങൾക്ക് നമ്മൾ ശഫാഅത്ത് ചെയ്യണം. ഏതുപോലെ ഒരു സഹോദരൻ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, അവനക്ക് നമ്മൾ അറിയാവുന്ന ആൾക്ക് അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറയുക, ഒരു ശുപാർശ നടത്തുക. അല്ലെങ്കിൽ ഉന്നതിയുള്ള ആളുകളോട്, രാജാവ്, മന്ത്രി പോലുള്ള ആളുകളോട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ആവശ്യപ്പെടുക. അതിന് പ്രതിഫലമുണ്ട്. ഒരു മുഅ്മിനെ സഹായിക്കലാണ്. വീണ്ടും പറഞ്ഞു, വമൻ യശ്ഫഅ ശഫാഅതൻ സയ്യിഅതൻ, വമൻ യശ്ഫഅ ശഫാഅതൻ സയ്യിഅതൻ യകുൽ ലഹു കുഫൂഹ് മിൻഹാ, ആരെങ്കിലും മോശമായിട്ടുള്ള ശഫാഅത്ത്. എന്താണ് മോശമായിട്ടുള്ള ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ? ദുനിയാവിലെ കാര്യമാണ്. ഒരാൾക്ക് അർഹതയില്ലാത്ത കാര്യത്തിന് വേണ്ടി ശുപാർശ നടത്തുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹക്ക് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ശുപാർശ. ഇതെന്താണ്? ശഫാഅത്തുൻ സയ്യിഅത്താണ്. വമൻ യശ്ഫഅ ശഫാഅതൻ സയ്യിഅതൻ യകുൽ ലഹു കിഫ്ലുൻ മിൻഹാ, കിഫ്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ അവൻക്കുണ്ട്, എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി. ഇത് സഹോദരങ്ങളെ ദുനിയാവിൽ മാത്രം ബാധകമായതാണ് ഈ ഷഫാഅത്ത്. പരലോകത്തിലുള്ള ഷഫാഅത്ത് മറ്റൊന്നാണ്. ദുനിയാവിലെ ഷഫാഅത്ത് നമുക്കറിയാം, ഉയർന്നൊരു മനുഷ്യന്റെ അടുക്കൽ പോയി മറ്റൊരു സഹോദരനുള്ള അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനുള്ള ചില കാര്യങ്ങൾ നേടിക്കൊടുക്കാനുള്ള കാര്യം പറയും. ഏതുപോലെ? ഒരു രാജാവിന്റെ അടുക്കൽ പോയി മന്ത്രി ശുപാർശ ചെയ്യുന്നത് പോലെ. രാജാവിന് മന്ത്രിയെ അനുസരിക്കൽ നിർബന്ധമായി വരും, ഇല്ലെങ്കിൽ പിന്നീട് മന്ത്രി രാജാവിനെതിരാകും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? ഒരിക്കലുമല്ല. ദുനിയാവിലെ ശഫാഅത്തുകളുടെ അവസ്ഥയെല്ലാം അതാണ്. മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യക്കാരാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശുപാർശകളാണ് ദുനിയാവിൽ നടക്കുന്നത്. എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ തൊട്ട് ഗനിയാണ്, ഒരാവശ്യവുമില്ലാത്തവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ശഫാഅത്തിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 2 ഷർത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്ത് ചെയ്യാനുള്ള ഇതിന് അനുവാദം, ആര് ശഫാഅത്ത് ചെയ്യണമെന്നും ആർക്ക് ചെയ്യണം, ആർക്കാണ് ശഫാഅത്ത് ലഭിക്കേണ്ടതും എന്നുള്ളത് അള്ളാഹു ഇതിന് കൊടുക്കണം, അനുവാദം കൊടുക്കണം. എന്ന് മാത്രമല്ല ഇവരെ കുറിച്ച് തൃപ്തിയും വേണം. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കേ ശഫാഅത്ത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ജീവിതകാലത്ത് ശിർക്കിലും കുഫറിലും അതുപോലെ തന്നെ വൃത്തികേടുകളും ആയി ജീവിക്കുന്ന ആളുകൾ, സഹോദരങ്ങൾ എങ്ങനെയാണ്
അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുക? ഒരിക്കലും ലഭിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, താങ്കളുടെ ശഫാഅത്തിന് ഏറ്റവും കൂടുതൽ അർഹതയായിട്ടുള്ളവരാരാണ്? അള്ളാഹുവിന്റെ ദൂതരൻ ചോദിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി, എന്റെ ശഫാഅത്തിന് ഏറ്റവും കൂടുതൽ അർഹരായിട്ടുള്ളവർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശ്രദ്ധിക്കണം, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമായിട്ടും അംഗീകരിച്ച് ജീവിക്കുകയും ഖാലിസൻ മിൻ ഖൽബിഹി, ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചവർക്കാണ്, പറഞ്ഞവർക്കാണ്, അവർക്കാണ് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ശഫാഅത്തുള്ളൂ. ഒറ്റ ശഫാഅത്ത് ഒഴികെ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കിയതാണ്. ഇമാം ഷൻഖിത്ത് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചതുപോലെ ഏതാണത്? അബൂ താലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്. അബൂ താലിബ് കാഫിറാണ് മരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുണ്ട്. എന്തായിരുന്നു ആ ശഫാഅത്ത്? നരകശിക്ഷയിൽ ഇളവ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇളവ്? നമ്മൾ പേടിക്കേണ്ട വിഷയമാണ്. ഏറ്റവും ചെറിയ ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തു. എന്താണത്? 2 ചെരുപ്പ് സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ കാലിൽ വെച്ച് കൊടുക്കും. അതിന്റെ ശക്തമായ ചൂടുകൊണ്ട്, കാഠിന്യം കൊണ്ട് അദ്ദേഹത്തിന്റെ തലച്ചോർ തിളക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ഈ ഒരു ശഫാഅത്ത് അതിൽ നിന്നും ഒഴിവാണ്. ഇത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇതല്ലാത്തതെല്ലാം മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാൻ സാധിക്കും ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിച്ചത്. അതിനു മുമ്പായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മക്കക്കാരോട് പറയുന്ന വിഷയം അത് വളരെ പ്രധാനമാണ്. അവരുടെ വ്യാമോഹമായിരുന്നു അവരുടെ ലാത്തയും ഉസ്സയും മനാത്തയും അതുപോലുള്ള ബിംബങ്ങളും ആരാധന്മാരും അവർക്ക് വേണ്ടി ശുപാർശ നടത്തുമെന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഹക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ പറയുന്നതായി കാണാൻ സാധിക്കും, ഞങ്ങളെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ അമ്പിയാക്കളെ, വലിയകളെ, മലായികത്തിനോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശുപാർശക്ക് വേണ്ടിയാണ്. സഹോദരങ്ങൾ, ഈ ഒരു കാര്യം തന്നെയായിരുന്നു മക്കയിലുള്ള മുശ്രിക്കീങ്ങളും പറഞ്ഞിരുന്നത്. അക്കൂട്ടർ ഞങ്ങളുടെ ശുപാർശകരാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള. ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ വിശ്വാസം തന്നെ പേര് നടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകട്ടെ. നമ്മുടെ ഉമ്മത്തിൽ പെട്ട ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹക്ക് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു വിശ്വാസത്തെ ഗണ്ണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ആദ്യമായി കൊണ്ട് പറയുന്നത്. പിന്നീട് ഖുർആൻ അവസാന നാൾ വരെയുള്ള ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത് ബാധകമാണ്. ശഫാഅത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ 3 വിഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഖുലാത്ത്, അതായത് അതിരുകവിഞ്ഞ ആളുകൾ. അവർ സൂഫിയാക്കൾ, തസവ്വുഫിന്റെ ആളുകൾ, ഷിയാക്കൾ പോലുള്ള അതിരുകവിഞ്ഞവർ. അവർ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവരുടെ ഇമാമിയങ്ങൾ, അവരുടെ വലിയുകൾ അള്ളാഹുവിന്റെ ഇദ്ന് കൊണ്ടും തൃപ്തി കൊണ്ടുമില്ലാതെ ശുപാർശ ചെയ്യും എന്നുള്ള വിശ്വാസം. ഏതുപോലെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ മുഹദ്ദിമാലയിൽ ഉള്ള ചില വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യും, തൃപ്തിയില്ലാതെ അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ അവർ കൈകാര്യകർത്ത നടത്തുമെന്നുള്ള വാചകങ്ങളൊക്കെ കാണാൻ സാധിക്കും. രണ്ടാമത്തെ വിഭാഗം ശഫാഅത്തിനെ പൂർണ്ണമായിട്ടും നിഷേധിച്ചവർ. അവർ 2 കൂട്ടരാണുള്ളത്. ഒന്ന് ഖവാരിജീങ്ങൾ, രണ്ടാമത്തേത് മുഅ്തസിലയാക്കൾ. 2 കൂട്ടരും ഈ കാലഘട്ടത്തിൽ ലോകത്തുണ്ട്. കുറവാണെങ്കിലും ഖവാരിജീങ്ങൾ ഉണ്ട്. അവരുടെ വിശ്വാസമുള്ള ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഭാഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅ.
എന്താണ് നമ്മുടെ വിശ്വാസം? ഷഫാഅത്തിലുള്ള ഷഫാഅത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആളുകൾക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുകൾക്ക് ഷഫാഅത്ത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി എത്ര വിധം ഷഫാഅത്തുണ്ട്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഷഫാഅത്തിനെ രണ്ടായി തരംതിരിച്ചായി കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഉറപ്പിക്കേണ്ട ഷഫാഅത്ത്, ദീനിൽ അടിസ്ഥാനമുള്ള ഷഫാഅത്ത്. അത് പ്രധാനപ്പെട്ടത് 8 എണ്ണമാണ്. ഒന്നാമത്തേത് അശ്ശഫാഅത്തുൽ ഉളുമ, വിചാരണയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് ഷഫാഅത്ത് നടത്തുന്ന ആ ഒരു രംഗം, ആ ഒരു ഷഫാഅത്ത്. രണ്ടാമത്തേത് മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഷഫാഅത്ത്. മൂന്നാമത്തേത് സ്വർഗത്തിലെ ആളുകൾക്ക് ദറജ വർദ്ധിപ്പിച്ച് നൽകാനുള്ള ഷഫാഅത്ത്. നാലാമത്തേത് നരകം നിർബന്ധമായ ആളുകൾക്ക് അതിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഷഫാഅത്ത്. ഇത് ശ്രദ്ധിക്കണം, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ഇതെല്ലാം മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ്. ഇനി അഞ്ചാമത്തേത് വൻപാപങ്ങൾ ചെയ്ത ആളുകൾക്കുള്ള അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഷഫാഅത്ത്. ആറാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിന് പാപത്തിന്റെ കാഠിന്യം കുറക്കാനുള്ള ഷഫാഅത്ത്. അദ്ദേഹം മുഅ്മിനല്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അബൂ ത്വാലിബ് മരിക്കുന്നത് കാഫിറായിക്കൊണ്ട് അല മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്, കാഫിറായിക്കൊണ്ടാണ് മരിക്കുന്നത്. ഏഴാമത്തേത് ചില ആളുകൾക്ക് സ്വർഗത്തിൽ ഹിസാബില്ലാതെ പ്രവേശിക്കാനുള്ള ഷഫാഅത്ത്. എട്ടാമത്തേത് മദീനക്കാർക്കുള്ള ഷഫാഅത്ത്. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, മദീനയിലെ പ്രയാസങ്ങളെ സഹിച്ചുകൊണ്ട് അവിടെ വഫാത്താകുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കും എന്നുള്ളത്. ഇതിൽ തന്നെ പ്രവാചകന്മാർക്ക് മാത്രം പ്രത്യേകമാക്കിയതുണ്ട്. സാലിഹീങ്ങൾക്കും സിദ്ദീഖീങ്ങൾക്കും മറ്റു വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ, അതായത് ഇബാദത്തുകൾ ചെയ്യുന്ന സാലിഹീങ്ങൾക്കുമെല്ലാം ഷഫാഅത്തിനുള്ള അവസരമുണ്ട്. പക്ഷേ നിബന്ധനകൾ ബാധകമാണ്. അള്ളാഹു ഇഷ്ടപ്പെടണം, അള്ളാഹു തൃപ്തിപ്പെടണം, അള്ളാഹു അനുമതി നൽകണം. പിന്നെ എന്തിനാ ഷഫാഅത്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് നൽകുന്ന ഇക്റാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്ത് പറയുന്ന ആൾക്ക് നൽകുന്ന ഇക്റാമാണ് ഷഫാഅത്ത് എന്നുള്ളത്. ഇനി ഷഫാഅത്ത് മൻഫിയൻ, ഖുർആനിലും ഹദീസിലും തെളിവില്ലാതെ, ഖുർആനിലും ഹദീസിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിക്കൊണ്ട് നിഷേധിച്ച ഷഫാഅത്ത്, അത് പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ്. ഒന്നാമത്തേത് അശ്ശഫാഅത്തു അല്ലതി തുത്ലബു മിൻ ഗൈരില്ലാഹി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനോട് അല്ലാതെ ചോദിക്കുന്ന ഷഫാഅത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് ചോദിക്കുക. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷഫാഅത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് ഷഫാഅത്ത് നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ചോദിക്കുന്നത്, അത് വ്യക്തമായിക്കൊണ്ട് ഖുർആൻ നിഷേധിച്ച കാര്യമാണ്. അതില്ല. ഷഫാഅത്ത് ചോദിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ് ഷഫാഅത്തുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് തൃപ്തിപ്പെടുന്നവർക്കുമാണ് ഷഫാഅത്ത് നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യവുമാണ്. രണ്ടാമത്തേത് അശ്ശഫാഅത്തു ലിൽ കുഫാർ, സത്യനിഷേധികൾക്ക് ഷഫാഅത്തില്ല. ഏതൊഴികെ? അബൂ താലിബിന്റേത് ഒഴികെ. അത് ഹദീസിൽ വ്യക്തമായ കാര്യമാണ്. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇദ്ന് കൂടാതെ, അനുമതി കൂടാതെയുള്ള ഷഫാഅത്തും. അത് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഷഫാഅത്തിനെ കുറിച്ച് വിശദീകരിച്ചായി കാണാൻ സാധിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ഷഫാഅത്തിന്റെ വിഷയത്തിൽ വഴിപിഴച്ചു പോയവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നമ്മളെപ്പോഴും പരസ്പരം അതിനുവേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. പ്രധാനമായിട്ട് സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസകാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കയ്യിൽ വേണം. പിന്നീട് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഇന്ന ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തുണ്ട്.
എന്നുള്ളത് കാണാൻ സാധിക്കും. അതിന്റെ എല്ലാം കാരണങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി അതനുസരിച്ചുള്ള പ്രവർത്തനം, പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുക, പ്രാവർത്തികമാക്കുക, വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ലിൽ നിന്നും ഔദാര്യത്തിൽ നിന്നും നമുക്ക് ശഫാഅത്ത് ലഭിക്കാനുള്ള അവസരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയത് മക്കയിലുണ്ടായ മുശ്രിക്കീങ്ങളുടെ ആ വിശ്വാസത്തെ ഗണ്ണിക്കുകയാണ്. അവരുടെ ശിർക്കൻ വിശ്വാസങ്ങളെ ഗണ്ണിച്ചു. അത് എല്ലാ കാലഘട്ടത്തിലുള്ള ഖുർആൻ ഇറങ്ങിയ അവസാന മനുഷ്യൻ വരെയുള്ള, അവസാന കാലഘട്ടത്തിലുള്ള മനുഷ്യൻ വരെയുള്ള എല്ലാവർക്കും ബാധകമാണ് ഖുർആൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് മക്കയിലേക്കുള്ള ആയത്താണ്, അല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് മാത്രം അവതരിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ആർക്കും സാധിക്കുകയില്ല. അത് ഖുർആൻ ഇറങ്ങിയത് ഉമ്മത്തിന് മുഴുവനായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിലുവരെ ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂട്ടാൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك